ഏതൊരു വ്യക്തി നടത്തുന്നൊരു ഇടപെടലും അത് ചിലപ്പോൾ ശരിയാകാം, ചിലപ്പോൾ വലിയ ദുരന്തങ്ങളിലേക്ക് വീണ്ടും അതിൻ്റെ വ്യാപ്തി കൂട്ടിയേക്കാം. സത്യത്തിൽ നമ്മൾ സാധനങ്ങളുടെ വിലയും നമ്മളുടെ ജീവിത നിലവാരവും ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 1000 രൂപ കിട്ടിക്കൊണ്ടിരുന്ന അത് തന്നെ ഇപ്പോഴും ഉള്ളൂ. ഒരു വർധനമൊന്നും ജീവിതത്തിലുണ്ടായിട്ടില്ല. പക്ഷെ ഇത് കേരളവും ലോകവും അംഗീകരിക്കാത്തൊരു രക്ഷാപ്രവർത്തനമായിപ്പോയി. തനിക്ക് തെറ്റിപ്പോയി എന്ന് പറയാൻ കഴിയണം. ഇവിടെ അതിനു പകരം വീണ്ടും വീണ്ടും ന്യായീകരിക്കാനുള്ള പരിശ്രമങ്ങളാണ് നടക്കുന്നത്. അതൊരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ സംസ്ഥാനത്തുള്ള നമ്പർ 1 ആശുപത്രികളെല്ലാം ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇത് നമ്പർ 1 എന്ന് പറയുന്ന ആളുകൾ വിദേശത്തേക്ക് പോവുകയാണ്. നമസ്കാരം. കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം ഇടിഞ്ഞു വീണ ബിന്ദു എന്ന വീട്ടമ്മ മരണപ്പെട്ടതിനെ തുടർന്ന് മന്ത്രിമാർ നടത്തിയ വാർത്താ സമ്മേളനമാണ് അതിനുശേഷം വിവാദമായത്. സത്യത്തിൽ അവിടെ നടന്നത് ന്യായീകരണ രക്ഷാപ്രവർത്തനമാണ് എന്നാണ് പറയുന്നത്. ഇതേ രീതി തന്നെയാണ് ആശമാർ സമരം നടത്തിയപ്പോഴും അവർ നിരന്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചപ്പോഴും നടത്തിക്കൊണ്ടിരുന്നത്. ന്യായീകരണ രക്ഷാപ്രവർത്തനം തന്നെ. എന്തായാലും ഈ ഒരു ന്യായീകരണ രക്ഷാപ്രവർത്തനത്തിൽ ആശമാരും അസ്വസ്ഥരാണ്. ഈ ആശമാരുടെ വിഷയം ഉൾപ്പെടെ വന്നപ്പോൾ നമ്മുടെ സർക്കാർ നടത്തിയത് ന്യായീകരണമാണ്. ഇപ്പോൾ ഒരു വൻ ദുരന്തം കോട്ടയത്ത് നടന്നപ്പോഴും മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെ നടത്തിയത് ന്യായീകരണ രക്ഷാപ്രവർത്തനമാണ്. ഇതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത് ആശമാർ? സത്യത്തിൽ വളരെയധികം ദുഃഖകരമായൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. സാധാരണഗതിയിൽ ഇത്തരം ഒരു അപകടം നടന്നാൽ ഏത് സ്ഥലത്ത് നടന്നാലും നാട്ടുകാരും ഓടിക്കൂടുന്ന ആളുകളും അല്ലെങ്കിൽ അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും എല്ലാം വന്ന് അടിയന്തിരമായി അത്തരം തകർന്ന ഭാഗങ്ങൾ നീക്കം ചെയ്ത് ആരെങ്കിലും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് അവരെയും എടുത്തുകൊണ്ട് ആശുപത്രിയിൽ പോയി രക്ഷപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ആശുപത്രിയിൽ തന്നെ അങ്ങനെ ഒരു കെട്ടിടം തകർന്നിട്ട് മന്ത്രി ഉടൻ തന്നെ വന്ന് അതിനുള്ളിൽ ആരുമില്ല എന്നൊരു പ്രസ്താവന നടത്തിയത് വഴിയാണ് രക്ഷാപ്രവർത്തനം വൈകിയതും ഒക്കെ തന്നെ. അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരവാദിത്വം തീർച്ചയായിട്ടും മന്ത്രിക്കുണ്ട്. മന്ത്രിയാണ് അങ്ങനെ ഒരു അതിനെ തടസ്സപ്പെടുത്തിയത് പോലും. അത്തരം സന്ദർഭങ്ങൾ ദുരന്ത മുഖത്ത് ഏതൊരു വ്യക്തി നടത്തുന്നൊരു ഇടപെടലും അത് ചിലപ്പോൾ ശരിയാകാം, ചിലപ്പോൾ വലിയ ദുരന്തങ്ങളിലേക്ക് വീണ്ടും അതിൻ്റെ വ്യാപ്തി കൂട്ടിയേക്കാം. ഇവിടെ അതാണ് സംഭവിച്ചത്. ഞങ്ങൾ ആശാപ്രവർത്തകർ സമരം ചെയ്യുമ്പോൾ തുടക്കം മുതൽ ഈ സൂചിപ്പിച്ചതുപോലെ ന്യായീകരണങ്ങളാണ്. ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്നു. ഈ കഴിഞ്ഞ 9 വർഷം കൊണ്ട് കേരളത്തിലെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ് 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് അന്ന് 1000 രൂപ ഉണ്ടായിരുന്നത് ഇപ്പോൾ 9000 രൂപയിൽ എങ്ങനെയാണത് സമീകരിക്കാൻ പറ്റുന്നത്? അത് പറ്റില്ല. സത്യത്തിൽ നമ്മൾ സാധനങ്ങളുടെ വിലയും നമ്മളുടെ ജീവിത നിലവാരവും ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 1000 രൂപ കിട്ടിക്കൊണ്ടിരുന്ന അത് തന്നെ ഇപ്പോഴും ഉള്ളൂ. ഒരു വർധനമൊന്നും ജീവിതത്തിലുണ്ടായിട്ടില്ല. അപ്പോൾ ന്യായമായ കൂലി ചോദിക്കുമ്പോൾ അത് വളരെ വലുതാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ പറയാനുള്ളത് 7000 രൂപയ്ക്ക് ജീവിക്കാൻ കഴിയുമെങ്കിൽ മന്ത്രിമാരും MLA-മാരും ഒക്കെ 7000 രൂപ വാങ്ങിയാൽ മതി. അവർക്ക് ആ തുക അധികമാണെങ്കിൽ അതൊക്കെ ആശാവർക്കർമാരുടെ സേവനങ്ങൾക്ക് വിട്ടുകൊടുക്കട്ടെ. അപ്പോൾ ഇതൊക്കെ അവകാശങ്ങൾ ചോദിച്ചു വരുമ്പോൾ ആക്ഷേപിക്കാനും പരിഹസിക്കാനും നടത്തുന്ന ന്യായീകരണങ്ങൾ മാത്രമാണ്. മുഖ്യമന്ത്രി തന്നെ രക്ഷാപ്രവർത്തനം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ താഴെ ഇരിക്കുന്ന മന്ത്രിമാരും അത് തന്നെ തുടരും. പക്ഷേ ഇത് കേരളവും ലോകവും അംഗീകരിക്കാത്തൊരു രക്ഷാപ്രവർത്തനമായിപ്പോയി. ഇനി ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള യാതൊരു നടപടിയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല എന്ന് മാത്രവുമല്ല, ആരോഗ്യരംഗം പൊതുവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു അപജയമുണ്ട്. അത് ആശാവർക്കർമാർ ഉന്നയിച്ച വിഷയങ്ങളടക്കം, ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച വിഷയങ്ങളടക്കം, ഇന്നലെ ഈ ശ്രീമതി ബിന്ദുവിൻ്റെ മരണത്തോടനുബന്ധിച്ചുണ്ടായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ സർക്കാർ ആശുപത്രികളുടെയും ഒരു ശോച്യാവസ്ഥയിലാണെന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ പരിഹരിക്കാൻ അടിയന്തിരമായ നടപടി ഗവൺമെൻറ് എടുക്കണം. അത് ആരോഗ്യമന്ത്രി എടുക്കണമെന്ന് പറയില്ല, അവർക്കത് മനസ്സിലാകുമെന്നും അറിയില്ല. വീണ്ടും വീണ്ടും ന്യായീകരിക്കാനുള്ള പരിശ്രമങ്ങളാണ് നടത്തുന്നത്. തെറ്റ് പറ്റിയാൽ തെറ്റ് ഏറ്റു പറഞ്ഞത് പരിഹരിക്കാൻ ശ്രമിക്കുന്നിടത്താണ് ഒരു വ്യക്തിയുടെ മാഹാത്മ്യമുള്ളത്. തനിക്ക് തെറ്റിപ്പോയി എന്ന് പറയാൻ കഴിയണം. ഇവിടെ അതിനു പകരം വീണ്ടും വീണ്ടും ന്യായീകരിക്കാനുള്ള പരിശ്രമങ്ങളാണ് നടക്കുന്നത്. അതൊരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. വ്യക്തികൾക്ക് തെറ്റ് സംഭവിക്കാം, അത് പരിഹരിക്കണം. അത് തിരുത്താനുള്ള ഒരു സന്നദ്ധത ഉണ്ടാകണം. ഇവിടെ അതില്ല. അത് കൂടുതൽ അപകടത്തിലേക്ക് തന്നെ കാര്യങ്ങളെ കൊണ്ടെത്തിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. മുഖ്യമന്ത്രി ഇതിന് പിന്നാലെയാണ് അമേരിക്കയിലേക്ക് സ്വയം രക്ഷയ്ക്കും സ്വയം ചികിത്സയ്ക്കും വേണ്ടി പോയിരിക്കുന്നത്. ഇതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമ്മുടെ സംസ്ഥാനത്ത് എന്താ ആശുപത്രി ഇല്ലാഞ്ഞിട്ടാണോ? നമ്മുടെ സംസ്ഥാനത്തുള്ള നമ്പർ 1 ആശുപത്രികളെല്ലാം ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്.
ഇത് നമ്പർ 1 എന്ന് പറയുന്ന ആളുകൾ വിദേശത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്പർ 1 ആയിരിക്കുന്ന അടുത്ത് പ്രത്യേകിച്ച് ഒരു മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന് ചികിത്സ എത്ര നല്ല ചികിത്സ ഇവിടെ കിട്ടും, ഏറ്റവും പ്രഗത്ഭരായ ഡോക്ടർമാരുടെ സേവനം കിട്ടാൻ അർഹതയുള്ള ആളുകൾ വരെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകണം. അവർ പൊക്കോട്ടെ, പക്ഷേ അവരൊന്നും ഓർക്കേണ്ടുന്നത് പാവപ്പെട്ട ആളുകളുടെ ചികിത്സ ഉറപ്പാക്കാൻ അവർക്ക് ഉത്തരവാദിത്തമുണ്ടെന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ചികിത്സ അമേരിക്കയിൽ പോയി അവിടെ നടത്തിയാൽ മാത്രമേ അതിന് പരിഹാരം ഉണ്ടായിക്കോട്ടെ, അവർ ചെയ്തോട്ടെ. പക്ഷേ അതുപോലുള്ള രോഗികൾ മറ്റും നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അവരുടെയും കൂടെ കാര്യം പരിഗണിക്കണം. അത് സംസ്ഥാനത്തെ ആശുപത്രികൾ മെച്ചപ്പെടുത്തിക്കൊണ്ടും ഇനി ഏതെങ്കിലും ആളുകൾക്ക് അത്തരത്തിലുള്ള അപൂർവ രോഗങ്ങൾ ബാധിച്ച് വിദേശ ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ അവരെയും സർക്കാർ ചെലവിൽ കൊണ്ടുപോകണം. അത് മുഖ്യമന്ത്രിക്ക് മാത്രമായി പരിമിതപ്പെടുത്തേണ്ടതില്ല. ഇക്കഴിഞ്ഞ ദിവസം ആശാ വർക്കർമാർ ഈ സെക്രട്ടേറിയറ്റിന് മുൻപിൽ വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവരുടെ കോലം കത്തിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. എന്തായാലും ഈ ഒരു ന്യായീകരണ രക്ഷാപ്രവർത്തനത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു വരുന്നത്. അതേസമയം തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടർ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോകുന്നതും. ഇവിടെ എന്താ ആശുപത്രി ഇല്ലാഞ്ഞിട്ടാണോ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.